അന്ന് ആ പരാതി പറഞ്ഞ സൈനബ എന്ന ഉമ്മ ഇന്ന് ഈ ഭൂമിയിലില്ല. ഇനി മറ്റുള്ള ഒരു അമ്മമാർക്കും ഇതുപോലുള്ള സാഹചര്യം ഉണ്ടാകരുത്. പിന്നീട് ഡോക്ടറിൻ്റെ അരികിൽ ചെന്നപ്പോൾ ഉണ്ടായ ദുരവസ്ഥയെക്കുറിച്ചാണ് ആ ഉമ്മ എന്നോട് വിശദീകരിച്ചത്. നമുക്ക് വേണ്ടി മരുന്നും ഇല്ലാടെ അടയിനുള്ള സംവിധാനം ഇല്ല, ഇഞ്ചക്ഷൻ ഇല്ല. അയാൾ എന്നെ നോക്കിയിട്ടില്ല, അവിടുത്തെ കടലാസ് നോക്കിയിട്ട് എനിക്ക് 4 ഇഞ്ചക്ഷൻ എഴുതി. നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിലേക്ക് ഒരു വയോവൃദ്ധ, ഞങ്ങൾക്കെല്ലാം അറിയുന്ന സ്നേഹമുള്ള ഒരു ഉമ്മ എന്നെ തേടി വന്നിരുന്നു. ഒരു പരാതിയുമായാണ് സൈനബ എന്ന് പറയുന്ന ആ ഉമ്മ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നത്. ഇപ്പോൾ ഞാനിരിക്കുന്ന ഈ സ്ഥലത്തിരുന്നാണ് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സർക്കാർ ആശുപത്രിയിൽ ചെന്നപ്പോൾ, പ്രത്യേകിച്ച് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചെന്നപ്പോഴും പിന്നീട് ഡോക്ടറിൻ്റെ അരികിൽ ചെന്നപ്പോൾ ഉണ്ടായ ദുരവസ്ഥയെക്കുറിച്ചാണ് ആ ഉമ്മ എന്നോട് വിശദീകരിച്ചത്. കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നീട് ഒരു ഓട്ടോയിൽ കയറി ആ ഉമ്മ മടങ്ങിപ്പോയി. തുടർന്ന് ഓട്ടോ ഡ്രൈവറുടെ ഫോണിലൂടെ എന്നെ വിളിക്കുകയും ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പോൾ കൊടുക്കരുതെന്നും, കാരണം അതിൻ്റെ ചികിത്സയെ ബാധിക്കുമോ എന്ന് ഭയമുണ്ടെന്നും ഡോക്ടർമാർ എങ്ങനെ പെരുമാറുമെന്നും എനിക്കറിയില്ല എന്നും അവർ പറയുകയുണ്ടായി. എന്തായാലും ഉമ്മ പറഞ്ഞത് ഇന്ന് പ്രസിദ്ധീകരിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ അവസാന ഭാഗം തീർച്ചയായും കേൾക്കണം. എന്തായത് നിങ്ങൾ ആസ്പത്രിക്ക് ആദ്യം പോയത്? ഗവൺമെന്റ് കോളേജിക്ക്. ആടുന്ന് പറഞ്ഞാൽ നിങ്ങൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോയിട്ട് ഒരാഴ്ച അഡ്മിറ്റ് ആയിട്ട് എല്ലാം ഫുള്ള് ടെസ്റ്റ് ആക്കണം. ഇല്ല, ആടെ സംവിധാനം ഒന്നുമില്ല. നമുക്ക് വേണ്ടി മരുന്നും ഇല്ലാടെ അടയിനുള്ള സംവിധാനം ഇല്ല, ഇഞ്ചക്ഷൻ ഇല്ല, പിന്നെ ഇങ്ങനത്തെ എന്തുമില്ല. ആടെ ആവി പിടിക്കുന്നു, എക്സ്റേ എടുക്കുന്നു, എല്ലിൻ്റെ ഡാക്ടറില്ല, പിന്നെ പനി ഇങ്ങനത്തെ എന്തെങ്കിലും ആയിട്ട് പോയ മരുന്നും തരുന്നു. വേറെ എന്തും ആടെ ഇല്ല. പിന്നെ അങ്ങനെ ഓരോ വീട്ടിൽ അയക്കുന്നത് നന്നെ കഴിയാതെ മെഡിക്കൽ കോളേജും താലൂക്ക് ആശുപത്രിക്ക് ഒരു കുളിയും കൂടെ ആരും തന്നിട്ടില്ല. അവർ അന്നൊന്ന് ടെസ്റ്റ് ആക്കണം, നിങ്ങൾക്ക് നെമൂനിയ TB ഇങ്ങനത്തെ എന്തോ തോന്നുന്നു, അതുകൊണ്ട് നിങ്ങൾ ആടെ പോയിട്ട് ഒന്ന് ടെസ്റ്റ് ആക്കണം. അങ്ങനെ ഈടെ വരുമ്പോൾ ഡോക്ടർമാർ പോയിട്ടായിനി 12-12:30 മണിയാവും. പോയിട്ടായിനി അപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായി. അയാൾ എന്നെ നോക്കിയിട്ടില്ല, അവിടുത്തെ കടലാസ് നോക്കിയിട്ട് എനിക്ക് 4 ഇഞ്ചക്ഷൻ എഴുതി. 5 നാളത്തെ കുളിയ എഴുതി. ഈ 4 ഇഞ്ചക്ഷൻ വെച്ച് ആവി പിടിച്ച് പിന്നെ ഈ 5 നാളത്തെ കുളിയ മേങ്ങിയിട്ടില്ല. മേങ്ങാതെ തന്നെ ഡോക്ടർ അയാൾ കാണിക്കേണ്ട ഡോക്ടർ അവിടെ ഇല്ല. ഫസ്റ്റ് കാണിക്കാൻ പോയ ഡോക്ടറുടെ ഇല്ല. അപ്പൊ അയാൾ കുളിക്കുന്നില്ല ക്ലിനിക്കില്, അതെനിക്കറിയൂ ക്ലിനിക്കിൽ. അങ്ങനെ ഞാൻ ആർക്ക് പോവാ, അവിടുന്ന് അഡ്മിറ്റ് ആയെങ്കിൽ നാളെ ആദ്യം വരുന്നതിനായല്ലോ എന്നല്ലിട്ട് പോയിട്ട് നമുക്ക് അവിടെ എന്തെല്ലാം പറഞ്ഞിട്ട് വയ്യെത്തിയില്ല. ആൾക്ക് തന്നെ പോ, ആശുപത്രിയിൽ നിന്ന് വന്നതെങ്കിൽ ആൾക്ക് തന്നെ പോ, വീട് വരണ്ട, ഇവിടുന്ന് ഞാൻ നോക്കല, ഇവിടുന്ന് ഞാൻ നോക്കുന്നില്ല, ഞാൻ നോക്കല, പിന്നെ നിങ്ങൾ ആശുപത്രിക്ക് പോ. അപ്പൊ ആശുപത്രിക്ക് പോയത് എന്നാലും മരുന്ന് എഴുതിയില്ല, 5 ദിവസത്തെ മരുന്ന് എഴുതിനി, അത് കഴിഞ്ഞിട്ട് വാ, പിന്നെ നോക്കാം, അതിനെ കൊണ്ടേറ്റ് കുടിച്ചിട്ട് കഴിഞ്ഞിട്ട് വാ എന്നില്ല. അപ്പോഴൊക്കെ അങ്ങനെയല്ല ചെല്ലുമ്പോ ഡോക്ടർമാർ അങ്ങനെയല്ല ചെല്ലുമ്പോ എന്റെ പെണ്ണ് വെറും ഒരു പാപ്പത്തിന്റെ പെണ്ണാണ്, എന്റെ മോള്. അത് കണ്ണിലെ വെള്ളം ഇറക്കി അതിനെ പോവാനമ്മോ വേറെ ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടാവും ചികിത്സിക്കുന്നേ, അതിന് നമ്മ പോയിട്ട് നോക്കാം എന്നിട്ടാണ് ഞാൻ പുറക്ക് പോയത്. നേടെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിക്ക് പോവാ, എന്നാലും എന്റെ പൈസ ഇല്ല. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ കണ്ടൊക്കെ സത്താർ ഡോക്ടറിന്റെ ക്ലിനിക്കിൽ വേറെ പേഷ്യൻസ് ഒറ്റ ഒന്നുണ്ടായി, ഒരു പെണ്ണുങ്ങണ്ടായി. ഓരോ ഉള്ളിൽ കേട്ടീനി നിങ്ങൾ എന്താ നോക്കാത്ത അമ്മ, അതന്നെ ഞങ്ങൾക്ക് വലിയ ബേജാറ്. നിങ്ങളുടെ പൈസ കണ്ടിട്ടുണ്ട്, എന്നെ കാണുമ്പോ തിരിച്ചിട്ടുണ്ടാവും, ഇതിൽ നിന്ന് വലിയ വീസാരാന്ന് കിട്ടാൻ അങ്ങനെ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ പേഷ്യന്റിനെ നോക്കിയിട്ടായിട്ടല്ലേ എന്തെങ്കിലും പറയേണ്ടത്. ഇപ്പൊ വിചാരിച്ച് 4 നാൾ വന്നിട്ട് ഹോസ്റ്റൽ ടൈമാനെ കാണിച്ചിട്ട് അഡ്മിറ്റ് ആവാം. എങ്കിലും ഡോക്ടർമാരെ പൈസ മരുന്നിന്റെ പൈസ എല്ലാം കൊടുക്കണാവോ, റൂമിന്റെ തേങ്ങ സാത്തോട് ശരിക്കും നിങ്ങൾക്ക് ആക്കാം, അതെന്തെങ്കിലും ആക്കും എന്നെ. അങ്ങനെയെല്ലാം തിരിച്ചിട്ടുണ്ടാലും ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഇനി ആ ആശുപത്രിയിലോ ആ സർക്കാർ ആശുപത്രിയിലോ പോകണ്ട, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മാലിക് ദിനാർ ആശുപത്രിയിൽ തന്നെ പോകുക, അവിടെ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ അതിൻ്റെ ഉടമസ്ഥർ ചെയ്തു നൽകും. പാവങ്ങളെ അങ്ങനെ കൈവിടുന്ന ഒരു ആശുപത്രിയല്ല. അന്ന് ആ പരാതി പറഞ്ഞ സൈനബ എന്ന ഉമ്മ ഇന്ന് ഈ ഭൂമിയിലില്ല. നമ്മോടൊപ്പം കളിച്ചും ചിരിച്ചും രസിച്ചും കഥകൾ പറഞ്ഞും
പഴയ കാലത്തെ ഓർമ്മകൾ നൽകിയും ജീവിച്ച് കടന്നു പോയിരിക്കുകയാണ് ആ ഉമ്മ. ഇക്കഴിഞ്ഞ ദിവസം അവർ മരണപ്പെടുകയുണ്ടായി. 3-4 ദിവസം ആലോചിച്ചതിന് ശേഷമാണ് ഈ ഒരു വാർത്ത പുറത്തുവിടാൻ തീരുമാനിച്ചത്. കാരണം ആ ഉമ്മ അവസാനമായി ഞങ്ങളോട് വന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ഇനി മറ്റുള്ള ഒരു അമ്മമാർക്കും ഒരു ഉമ്മമാർക്കും ഇതുപോലുള്ള സാഹചര്യം ആക്ഷേപവും അധിക്ഷേപവും ഉണ്ടാകരുത് എന്ന ചിന്തയിലാണ് ഇത് പുറത്തുവിടുന്നത്. എല്ലാ ജീവിതങ്ങൾക്കും ഒരു അന്തസ്സുണ്ട്. ആ അന്തസ്സിനെ മാനിക്കാൻ ഏത് വലിയ ഡോക്ടറായാലും ഒന്ന് പഠിക്കണം, അത് അംഗീകരിച്ച് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.